പഴയതുപോലെ സിനിമ കാണാൻ പറ്റുന്നില്ല. പഴയ പോലെ ആ ഒരു ഫോക്കസ് ഇപ്പം കിട്ടുന്നില്ല. സോ ഞാൻ ആ ഫോക്കസ് എങ്ങനെ തിരിച്ചു പിടിച്ചു, എൻ്റെ ലൈഫിൽ ആ ഒരു ഫോക്കസ് എനിക്കിപ്പോൾ ഉണ്ട്, അത് ഞാൻ എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എൻ്റെ ലൈഫിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഈ ഒരു വീഡിയോ 10 മിനിറ്റ് ഫുള്ള്, 10 മിനിറ്റ് അല്ല, എത്ര മിനിറ്റ് ആണെങ്കിലും ഈ ഒരു വീഡിയോ മുഴുവൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്നെ പോലെ തന്നെ ആ ഒരു ഫോക്കസ് കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളൊരു 5 സെക്കൻഡ് 10 സെക്കൻഡ് അല്ലെങ്കിൽ 2 മിനിറ്റ് കാണണമെങ്കിൽ അതൊരു മെഷർമെൻ്റ് ആണ് നിങ്ങൾക്ക് ഇത്രയും ഫോക്കസ് ഉണ്ട് എന്നുള്ളത്. കാരണം ആൾക്കാർ എന്ത് വേണമെങ്കിലും കാണും, ഹൈ ക്വാളിറ്റി ലോ ക്വാളിറ്റി ഏത് വീഡിയോ വേണമെങ്കിലും കാണും. നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾ ചൂസ് ചെയ്തേക്കാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ. ബട്ട് നിങ്ങളുടെ ഫോക്കസ് നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ മേ ബി നിങ്ങൾക്കിത് മുഴുവൻ കാണാൻ പറ്റും. ബട്ട് നിങ്ങൾ എത്ര മിനിറ്റിലാണ് നിങ്ങളിത് പോകുന്നുണ്ടെങ്കിൽ അത്രയും മിനിറ്റ് നിങ്ങളുടെ ഫോക്കസ് ഉണ്ടെന്നാണ് അർത്ഥം. പിന്നെ ഓബ്വിയസ്ലി ഇത് ഒരിക്കലും ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും. ഇത് ഞാൻ ചെയ്ത പോലത്തെ വീഡിയോസ് ഇതുവരെ ഞാൻ എൻ്റെ ലൈഫിലല്ല, എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്ത വീഡിയോസിനെ പോലെയല്ല. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, എൻ്റെ ഫസ്റ്റ് വീഡിയോ വെച്ച് ഈ വീഡിയോ കമ്പയർ നോക്കുകയാണെങ്കിൽ കുറേ ചേഞ്ചസ് ഉണ്ടാവും ഇൻ ടേംസ് ഓഫ് ഞാൻ സംസാരിക്കുന്ന രീതി തന്നെ. സോ ഓബ്വിയസ്ലി ഈ ഒരു കഥ ഞാൻ ഇത് പറയുകയാണെങ്കിൽ ഇത് കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ക്ഷമ വേണം. ആ ഒരു സംഭവം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കുറച്ചും കൂടിയും കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു സംഭവം കൂടി ഞാനത് നേടിയെടുത്തത്. ബട്ട് ഇപ്പോഴും എനിക്ക് കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. സോ ഓബ്വിയസ്ലി ഈ ഒരു സംഭവം ഈ കഥ തുടങ്ങുന്നത് കോവിഡ് ടൈമിലാണ്. കോവിഡ് ടൈമിൽ ഓബ്വിയസ്ലി ലോകം സ്റ്റോപ്പായി, പോസായി എന്ന് തന്നെ പറയാം. എല്ലാ രീതിയിലും ഒരു വർക്കും നടക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ലൈഫും പോസായി. അപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും വലിയൊരു ഐഡിയ ഇല്ല ലൈഫിൽ. വർക്ക് ആണ് നെക്സ്റ്റ്, ബട്ട് ഇപ്പോൾ വർക്കൊന്നുമില്ല, കാരണം കോവിഡ് ആണല്ലോ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഡൂം സ്ക്രോളിങ് തുടങ്ങി. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം, ഒരാഴ്ച, 2 ആഴ്ച ഇപ്പോൾ കഴിഞ്ഞപ്പോൾ എക്സോസ്റ്റഡ് ആയി. ഇപ്പോൾ കുറേ ഇങ്ങനെ ഇൻഫർമേഷൻ പടപടാന്ന് ഇങ്ങനെ തലയിലോട്ട് കയറുമ്പോൾ വളരെ എക്സോസ്റ്റഡ് ആവും. ബ്രെയിനായിട്ട് ഭയങ്കര മെൻ്റലി വളരെ ഡ്രെയിൻഡ് ആവും. അപ്പോൾ ഇത് കുറേ നാൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം 5 മിനിറ്റ് 10 മിനിറ്റ് ഇൻസ്റ്റാഗ്രാം റീൽ കാണാൻ പറ്റും, ഇപ്പോൾ കാണാൻ പറ്റുന്ന പോലെ. അത് കാരണമാണ് ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ അന്ന് ഫുൾ ഡേ ഉണ്ട് എന്നുള്ള അറിവ്, ഫുൾ ഡേ ഫ്രീ ആണെന്നുള്ള അറിവ്, അതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ നേരം കാണാൻ പറ്റില്ല. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എക്സോസ്റ്റ് ആവുന്നുള്ളത് കൊണ്ട് ഒരു കാര്യത്തിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും മാറി. ഞാൻ ബേസിക്കലി സിനിമയിലോട്ടാണ് മാറിയത്. എനിക്ക് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ സമയം കില്ല് ചെയ്യാൻ വളരെ എളുപ്പമാണ്. 2 പടം കണ്ടാൽ പടം തീരും, ദിവസം തീരും. സീരീസ് കാണണമെങ്കിൽ പടപടാന്ന് തീരും. സോ അതിലേക്ക് തിരിഞ്ഞു. എല്ലാ ടൈപ്പ് പടങ്ങളും എനിക്ക് കാണാൻ ആഗ്രഹമുള്ളതും ഞാൻ ഇത്രയും വാച്ച് ലിസ്റ്റിൽ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പടങ്ങളും ഞാൻ കണ്ടു തുടങ്ങി. സോ അന്ന് ഉള്ള ഒരു ചേഞ്ച്, ഒരു മൈൻഡ് ഷിഫ്റ്റ് ചേഞ്ച് ഉണ്ടായിരുന്നു. കാരണം അതിന് മുമ്പ് എൻ്റെ സിനിമനെ പറ്റിയുള്ള ചിന്തകളും അത് കഴിഞ്ഞിട്ടുള്ള ചിന്തകളും വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. മെയിൻ റീസൺ എന്ന് പറയുന്നത്, പുതിയ സിനിമകൾ കാണാനായിരുന്നു ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. പുതിയ പടം ഏതാണ് ഇറങ്ങിയിരിക്കുന്നത്, ഏതെങ്കിലും പുതിയത് കാണുക, അല്ലെങ്കിൽ പഴയത് എന്തിനാ കാണുന്നത്, പഴയത് ടി വിയിൽ വരുമല്ല. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള തോട്ട്. അപ്പോൾ പുതിയ സിനിമകൾ കണ്ട് തീർന്നു തുടങ്ങി. കാരണം കോവിഡ് ആയത് കാരണം പടങ്ങളില്ല. ബട്ട് പുതിയ പടങ്ങൾ ഉള്ളതാണെങ്കിലും വലിയ ക്വാളിറ്റി ഇല്ലാത്തത്. ബട്ട് പഴയ കുറേ പടങ്ങൾ കുറേ ക്വാളിറ്റി ഉള്ളത് കിടപ്പുണ്ട്. അതാണ് എൻ്റെ ഒറ്റ ടച്ചിൽ ഇരിപ്പുണ്ട്. എനിക്ക് ഒറ്റ ടച്ച് ചെയ്താൽ എനിക്കിപ്പോൾ ഈ പടം കാണാം. ബട്ട് അത് ടി വിയിൽ എപ്പോൾ വേണമെങ്കിലും വരാം, ചിലപ്പോൾ വരാതിരിക്കാം. അപ്പോൾ അത് അങ്ങനെയാണ് അതിലേക്ക് ഡ്രോൺ ആയത്. അതിലോട്ട് ഡ്രോൺ ആയപ്പോൾ എല്ലാ രീതിയിലുള്ള പടങ്ങൾ, എല്ലാ ഇൻഡസ്ട്രിയിലെയും ലോകത്തുള്ള ഏത് ടൈപ്പ് പടങ്ങളാണ് പഴയതും പുതിയതും എല്ലാം കണ്ടു തുടങ്ങി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങൾ കണ്ടു തുടങ്ങി. പിന്നെ ആദ്യമായിട്ടാണ് അസമീസ് പടം കണ്ടത്, ആദ്യമായിട്ട് അവസാനമായിട്ട്. അതിന് ശേഷം ഒരു അസമീസ് പടം കണ്ടിട്ടില്ല. ബട്ട് അതൊരു മികച്ച പടമായിരുന്നു. അങ്ങനെ സിനിമയിലോട്ട് കൂടുതൽ ഡ്രോൺ ആയി. അപ്പോൾ ആ ഒരു ടൈം ഞാൻ വളരെ പ്രഷ്യസ് ആയിട്ട് നോക്കുന്ന ഒരു ടൈമാണ്. മണി ഹൈസ്റ്റൊക്കെ കണ്ടു തീർത്ത അന്നാണ്. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സ്ട്രേഞ്ചർ തിങ്സ് കണ്ടതെന്നാണ്, ഗെയിം ഓഫ് ത്രോൺസ് കണ്ടതെന്നാണ്. സോ അങ്ങനെ ഒരു ചേഞ്ചിൽ നിന്നും പിന്നെ കോവിഡ് ടൈം മാറിയപ്പോൾ ലൈഫ് പഴയതുപോലെയായി. ജോലിയിലൊക്കെ കടന്നു. അപ്പോൾ സമയം കിട്ടാതെ, സിനിമ കാണാൻ സമയം കിട്ടാതായി. അപ്പോൾ അങ്ങനെ സിനിമ കാണാൻ സമയം കിട്ടുന്നില്ല എന്നുള്ള നാരറ്റീവ് വന്നു. ബട്ട് ഞാനത് പേഴ്സണലി അതായിരുന്നു എൻ്റെ പ്രശ്നം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതല്ല, എനിക്ക് ഫോക്കസ് ഇല്ലായ്മയായിരുന്നു മെയിൻ പ്രശ്നം. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ദിവസം മുഴുവനും നോക്കുകയാണെങ്കിൽ രാവിലെ എനിക്ക് സമയം കിട്ടില്ല. ഓബ്വിയസ്ലി ഞാൻ വർക്കിന് പോകണതാണ്. ബസ്സിലിരിക്കുമ്പോൾ ഓബ്വിയസ്ലി 5 മിനിറ്റ് കിട്ടും. അപ്പോൾ എനിക്ക് സിനിമ കാണാൻ പറ്റില്ല. കാരണം സിനിമ ഞാൻ ഓവറോൾ 2 hours ഒറ്റയിരിപ്പ് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഒരിക്കലും 5 മിനിറ്റ് വെച്ച് കാണാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ 5 മിനിറ്റ് റീൽസ് കണ്ട്. അപ്പോൾ ആദ്യം റീൽസ്. പിന്നെ ഉച്ചക്ക് മുമ്പ് ഒരു ചായ കുടിക്കലുണ്ടാവുമല്ലോ, അതിനും റീൽസ്. 5 മിനിറ്റ് കിട്ടുള്ളൂ. ഉച്ചക്ക് സമയത്ത് ഫുഡ് കഴിക്കാൻ ഒരു 10 മിനിറ്റ് കിട്ടും. അപ്പോൾ ഒരു വീഡിയോ നോക്കിയെടുത്ത് എന്തെങ്കിലും വീഡിയോ കാണണമെങ്കിൽ അല്ലെങ്കിൽ സീരീസ് കാണണമെങ്കിലും അതും
10 മിനിറ്റൊന്നും നടക്കില്ല. സോ റീൽസ്. അപ്പോൾ പിന്നെ രാത്രി വരുമ്പോഴാണ് പിന്നെ റീൽസ് കണ്ടു തുടങ്ങിയത്. കാരണം രാത്രിയിലുള്ള വിൻഡോ, വീട്ടിലെത്തിയിട്ട് രാത്രി ഫ്രഷ് ആയിട്ട് ശേഷം ഉറങ്ങുന്നത് വരെ 3 മണിക്കൂറുണ്ട്. അതിലും റീൽസ് കണ്ടു തുടങ്ങിയപ്പോൾ ഓക്കെ, ഞാനിപ്പം ഫോൺ തുറക്കുന്ന തന്നെ റീൽസ് കാണാനായല്ലോ. അങ്ങനത്തെ ഒരു ഇതിലെത്തിയപ്പോൾ എനിക്ക് തോന്നി ഇതിലെന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ സീരീസും സിനിമയിലേക്കും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്തത്. കാരണം എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ നിന്ന് എനിക്കൊരു നല്ല ചേഞ്ച് വരുത്താൻ പറ്റിയാൽ അതിനെക്കാട്ടും വലിയൊരു സന്തോഷമില്ല. അപ്പോൾ ഞാൻ ഈ 3 അവറാണ് രാത്രിയിലത്തെ ഞാൻ പിടിച്ചത്. കാരണം 5 മിനിറ്റ് 10 മിനിറ്റ് എന്തായാലും റീൽസിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു ചേഞ്ചിന് ശേഷം ആ ഒരു ചേഞ്ച് വന്നത് വളരെ ഒരു വലിയ സിഗ്നിഫിക്കൻ്റ് വ്യത്യാസം തന്നെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു. സിനിമ കാണുന്നതിനെക്കാട്ടപ്പുറം ഒരു ലൈഫ് ലെസണും ലൈഫ് ക്വാളിറ്റീസും എനിക്ക് പേഴ്സണലി കിട്ടി. സോ ആദ്യത്തെ പ്രാവശ്യം സിനിമ ഓൺ ചെയ്യാൻ പോലും പറ്റണ്ടായില്ല. മൊബൈലിൽ ഇങ്ങനെ നോക്കി സംഭവം ഇവിടെ കിടപ്പുണ്ട്, പക്ഷെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഇത് കാണാൻ. കാരണം പിന്നെ അഥവാ അമർത്തിയാൽ പോലും ഇതിനൊക്കെ 2-3 ദിവസങ്ങളും 4 ദിവസങ്ങളും 5ഉം 10ഉം മാസങ്ങൾ എടുത്തിട്ട് വരെയുണ്ട് എനിക്കിത് ഒന്ന് തുറന്ന് നോക്കി കണ്ട് മുഴുവൻ തീർക്കാൻ തന്നെ. കാരണം ഒരു 5 മിനിറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിൽ 100 കാര്യങ്ങളാണ്. ഈ റീൽസ് കാരണം അതെന്ത് സംഭവിച്ച്, ഇതെന്ത് സംഭവിച്ച്. കാരണം ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള സംഭവം ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. എന്നിട്ട് ഞാൻ എന്തിന് ഈ ഒരു സാധനത്തിന് സമയം കൊടുക്കണം, അങ്ങനെയായി. അപ്പോൾ കാരണം സിനിമകൾ ബേസിക്കലി ഇപ്പോഴത്തെ സിനിമകൾ ഹുക്ക് ചെയ്യാൻ വേണ്ടി കുറേ കഷ്ടപ്പെടും. നമ്മുടെ അറ്റൻഷൻ പൂർണ്ണമായിട്ടും ഗ്രാബ് ചെയ്യാൻ വേണ്ടി അത് സ്ട്രക്ചേർഡ് ആയിട്ടാണ് വരുന്നത്. ബട്ട് പണ്ടത്തെ സിനിമകൾ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാൻ പറ്റില്ല. സോ ഓബ്വിയസ്ലി അതൊരു നല്ലൊരു കഥയാണ് പറയുന്നത്. അത് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നും. പണ്ടത്തെ സിനിമ ഇപ്പം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് എനിക്ക് കാണാൻ പറ്റും എന്നുള്ള കാര്യത്തിനെ പറ്റി എന്നെ വളരെ ബോധർ ചെയ്യുന്നതാണ്. അതൊരു കാര്യമാണ്. കാരണം എനിക്കിത് കാണാൻ പറ്റില്ല. ഞാൻ എത്ര വിചാരിച്ചാലും ഇതെനിക്ക് മുഴുവൻ കാണാൻ പറ്റില്ല. ഞാൻ ഒരു ഫോഴ്സ്ഡ് ചെയ്ത് എനിക്കിത് പറ്റും എന്ന് ഞാൻ തെളിയിക്കണമെങ്കിൽ അങ്ങനെ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരിക്കലും കഷ്ടപ്പെട്ട് കാണേണ്ട ഒരു കാര്യമല്ല സിനിമ. കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ്മെൻറ്റ് തരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് സിനിമ കാണുന്നത്. അത് ഇത്രയും കഷ്ടപ്പെട്ട് പോകാൻ വേണ്ടി, അതിന് അനുഭവിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നില്ല. അതങ്ങനെ എനിക്ക് അനുഭവിക്കണമെന്നില്ല. അത് കാരണമാണ് ഞാൻ അത് പ്രിഫർ ചെയ്യാത്തത്. ബട്ട് അത് എന്ന് കാണാൻ പറ്റുന്നു, എന്ന് എനിക്കൊരു പണ്ടത്തെ ഒരു പടം മുഴുവനായിട്ടും വളരെ എൻജോയ് ആയിട്ട് കാണാൻ പറ്റുന്നു, അന്ന് എനിക്കറിയാൻ പറ്റും എൻ്റെ ഫോക്കസും എൻ്റെ അറ്റൻഷൻ ഗ്രാബും എല്ലാം നോർമലായി എന്നുള്ളത്. അതിപ്പോഴും ആയിട്ടില്ല, ബട്ട് ഏറെക്കുറെ ആയിട്ടുണ്ട്. അതിന് മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഞാൻ എന്നെ ഷേപ്പ് ചെയ്തെടുത്തു. സോ ഓബ്വിയസ്ലി എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ബുക്സാണ്. ഞാൻ ബുക്സ് കുറേ വായിച്ചു. ബുക്സ് വായിക്കാനും അതിൻ്റെ ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു, ആദ്യത്തെ ബുക്കിലേക്ക് വായിക്കാൻ ഒരു സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത്. പക്ഷെ ഒരു വർഷം വായിച്ചതിന് ശേഷം പിന്നെ അത് താനെ ഓക്കെ ആയി. സോ അതെന്ന് പറയുന്നത് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തത് സെൽഫ് ബുക്സ് ആണ്. സെൽഫ് ഹെൽപ്പ് ബുക്സിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ ഇത് കൂടുതലായാലും ഒരു അധികമായ അമൃതം വിഷം എന്ന് തോന്നിയല്ലോ. അപ്പം അതിലേക്ക് ഞാൻ അധികമൊന്നും പോയില്ല. ഞാൻ കുറേയൊക്കെ ബുക്ക് വായിച്ചെങ്കിലും ആദ്യത്തെ ബുക്ക് വായിച്ചപ്പോഴേ എനിക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള സാധനം പിടികിട്ടിയത്. കാരണം നമ്മളിത് കുറച്ച് വായിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ മറന്നു പോകും. കാരണം സെൽഫ് ഹെൽപ്പ് ബുക്കാണ്. കാരണം ഇതൊരു കഥയല്ല. കഥയാണെങ്കിൽ ഫുൾ മുഴുവനായിട്ട് വായിച്ചാൽ ആ ബുക്ക് മുഴുവൻ പഠിച്ചതുപോലെ നമുക്ക് മനസ്സിലാവും. ആ ഒരു ബുക്ക് കാണുമ്പോൾ തന്നെ ഓക്കെ ഇതാണ് എൻ്റെ കഥ, ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാവും. പക്ഷേ സെൽഫ് ഹെൽപ്പ് ബുക്സ് ആണെങ്കിൽ ഓരോ പാഠമാണ്, ഒരു ക്ലാസ് എടുക്കുന്ന പോലെയാണ്. ആ ക്ലാസ് ഇപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഒരു മുഴുവൻ ബുക്ക് വായിച്ചു കഴിഞ്ഞാലും അതിലൊരു കാര്യം പോലും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ബുക്കിൻ്റെ ജേണി. ബട്ട് കഥയാണെങ്കിൽ എനിക്കത് അറിയാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഞാൻ കഥകളിലേക്ക് കൂടുതൽ തിരിഞ്ഞത്. അതല്ലാതെ കുറേ വീഡിയോസ് എൻ്റെ ഫോക്കസ് എങ്ങനെ തിരിച്ചു കിട്ടും അങ്ങനെയുള്ള ഒരു വീഡിയോസ് ഞാൻ കാണാതിരുന്നത് അതുകൊണ്ടാണ്. അത് ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതെനിക്കിത് ലോങ് ടേം എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ സിനിമയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു. അങ്ങനെ എനിക്കിഷ്ടമുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു പടം പകുതിച്ചെങ്കിലും കാണാൻ പറ്റിയത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഓക്കെ ഇവിടെ ഒരു മെയിൻ പ്രശ്നമുണ്ട്. കാരണം ഇത്രയും നാൾ ഞാൻ എൻ്റെ ഹാബിറ്റിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ബ്രേക്കായി. ഒരു ഫുൾ ഫ്ലെഡ്ജ് പടം ഒറ്റയടിക്ക് കാണുന്ന ഞാൻ ഇതുവരെയും കാണാത്തൊരു ചേഞ്ചിന് എൻ്റെ കയ്യിൽ കണ്ടു. എനിക്കൊരു പടം ഹാഫ് ടൈം വരെയും കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ പടം കാണാനുള്ള ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മനസ്സിലായി ഓക്കെ ഇതൊരു അൺഹെൽത്തി ഓഫ് ലൈഫ് സ്റ്റൈലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഇങ്ങനെ എനിക്ക് വലിയൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദ ഫോൺ ആൻഡ് നോട്ട് ദ ഫോൺ, ഇറ്റ്സ് ഓൺലി റീൽസ് ആണെന്ന് തന്നെ പറയാം. അതാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. കാരണം നമ്മുടെ ലൈഫിൽ ഇപ്പോഴാണ് എനിക്ക് പേഴ്സണലി ഫോൺ കിട്ടിയത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം അതുവരെ എൻ്റെ ലൈഫിൽ വേറൊരു ഞാനായിരുന്നു. അതിനുശേഷം ഞാൻ വേറൊരാളാണ്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്തെങ്കിലും വലിയ ചേഞ്ച് ഉണ്ട്. അപ്പോൾ എല്ലാവരും പറയും ഫോൺ കാരണമാണ്. അത് സത്യം കൂടിയാണ്. ആക്ച്വലി ഫോൺ കാരണമാണ് നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ആയത്. അപ്പം ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി ചേഞ്ച് ആയെന്നുള്ളത് അവയർനെസ് എനിക്ക് കിട്ടിയപ്പോൾ അതിൽ നിന്നൊരു
ചേഞ്ച് ഉണ്ടാക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ഒരു സെൽഫായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് എല്ലാം സംഭവിച്ചത്. അപ്പോൾ ഞാൻ ഈ സിനിമ എനിക്കിഷ്ടമുള്ള കാര്യം കൊണ്ടാണ് ഞാൻ ഈ ഇമ്പ്രൂവ്മെൻ്റ് നടത്തുന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു കാര്യം. സോ ഞാൻ ഫൈനലി ഏതോ ഒരു ദിവസം എനിക്കറിയില്ല, ഞാൻ ഒരു പടം മുഴുവനായിട്ട് കണ്ട് അതിൽ ഞാൻ എഫേർട്ട് ഇടേണ്ടി വരുന്നിട്ടുണ്ട്. അതെനിക്ക് വളരെ വിഷമം തോന്നുന്ന കാര്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, എനിക്ക് ഏറ്റവും എൻജോയബിളായിട്ട് തോന്നുന്ന ഒരു കാര്യം, ഞാനിപ്പോൾ കഷ്ടപ്പെട്ടാണ് അത് തീർക്കുന്നതെന്നുള്ള ഒരു റിയലൈസേഷൻ എന്നെ വളരെ നന്നായിട്ട് ഹോണ്ട് ചെയ്ത്. പിന്നെ അതിനുശേഷം ശരിക്കും ഇതിലൊരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായതും, പിന്നെ ഞാനൊരു ടൂളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം എന്നെ ഒരു ടൂളാക്കി എന്നുള്ളൊരു റിയലൈസേഷനും എനിക്ക് പേഴ്സണലി വളരെ സങ്കടം തോന്നിയിട്ടുണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ജീവിക്കാൻ പാടില്ലല്ലോ. സോ ഓബ്വിയസ്ലി ഞാൻ കൂടുതൽ സിനിമകൾ കണ്ടു. അത് എനിക്കൊരിക്കലും പറ്റാത്ത കാര്യം ചെയ്യുമ്പോഴാണ് അവിടെ എന്തെങ്കിലും അതിലൊരു ഹൈ ഉണ്ട്. സോ ഞാനത് സിനിമകൾ കണ്ട് ഫൈനലി പയ്യെ 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 ഒരു ഫുൾ പടം അങ്ങനെ 3 മണിക്കൂർ അങ്ങനെ റീൽസിനോടുള്ള ഇൻട്രസ്റ്റേ പോയി. കാരണം ഒരു സാധനം എന്നെ കൺട്രോൾ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള ഒരു ലവും അതിനോടുള്ള റെസ്പെക്റ്റും എന്നിൽ നിന്നും പോകും. അങ്ങനെയാണ് ഈ റീൽസ് എന്നുള്ള ഒരു ഇൻട്രസ്റ്റേ പോയി കിട്ടി. പകരം സിനിമയിലോടും ഒരു കണ്ടന്റ് ഡ്രിവൺ കാര്യം, കാരണം ഇതൊരിക്കലും അഡിക്റ്റീവ് അല്ല. റീൽസ് പോലെയല്ല സിനിമ. സിനിമ അഡിക്റ്റീവായി ജീവിതകാലം മുഴുവൻ സിനിമ ഉണ്ട് അങ്ങനെ ഒരു സംഭവം ഒരിക്കലും സംഭവിക്കുന്നില്ല. കാരണം സിനിമ എല്ലാം ഡിഫറെൻ്റ് ആണ്. എല്ലാം മികച്ചതുകൊണ്ട് മോശമുണ്ട്, എല്ലാ ടൈപ്പ് സംഭവങ്ങളും എല്ലാത്തിലും വളരെ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. സ്റ്റോറിയിലാണെങ്കിലും അഭിനയമാണെങ്കിലും എല്ലാത്തിലും. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് ഹൈ ആണ്, ലൈഫ് ടൈം നിൽക്കുന്നൊരു ഹൈ ആണ്. ബട്ട് റീൽസ് എന്ന് പറയുന്നത് 10 സെക്കൻഡ് വെച്ച് എല്ലാത്തിനും ഡിഫറെൻറ്റ് ഹൈ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അതെൻ്റെ ലൈഫിൽ വളരെ ഒരു ഡാറ്റ എൻ്റെ ബ്രെയിൻ റോട്ടായ ഒരു മൊമെൻറ്റിലേക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരിക്കലും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലല്ല. ഇങ്ങനെ ജീവിക്കാൻ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നില്ല. സോ എനിക്ക് ആ ഒരു ചേഞ്ച് വേണം. അതിനെന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എനിക്കിഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമാണ്, അതാണ് സിനിമ. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഫോക്കസ് തിരിച്ചു പിടിച്ചത്. ഫോക്കസ് മാത്രമല്ല, പേഷ്യൻസും കൂടി തിരിച്ചു കിട്ടി. പിന്നെ എനിക്ക് കുറച്ച് എൻ്റെ വെകിളിത്തരം നിർന്നു, വെകിളി പിടിക്കലും നിർന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ കയ്യും കാലും ഇളക്കലും അതുപോലെ എപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഭാഗമായിട്ടിരിക്കണം എന്നുള്ള ഒരു ഒബ്സഷൻ അത് ഇങ്ങോട്ട് മാറിക്കിട്ടി. ലൈക്ക് ഒരു സിനിമയല്ല, ലൈക്ക് ഒരു റീൽസ് കാണണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ വേറെ എന്തെങ്കിലും പണി ചെയ്യണം, എന്തെങ്കിലും ഞാൻ എൻഗേജ്ഡ് ആയിക്കുന്നുള്ളൊരു ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഒരു ഫിസിക്കൽ ആയിട്ടുള്ളൊരു സംഭവം അത് പൂർണ്ണമായിട്ടും പോയി കിട്ടി. പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഓബിയസ്ലി ഉണ്ടാവും. സോ മേജർ ചേഞ്ച് വന്നു. അതെല്ലാം എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി ചെയ്തപ്പോഴാണ്. അത് സിനിമയാണ്. അത് അപ്പം നിങ്ങളുടെ ലൈഫിലും എൻ്റെ ലൈഫിലെ പോലെ തന്നെ നമുക്കിഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം ചെയ്ത് തന്നെ നമ്മുടെ എല്ലാ പ്രോബ്ലങ്ങളും മാറ്റാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് മാറ്റിയത്. എന്നെ ഹെൽപ്പ് ചെയ്തത് ഓബിയസ്ലി ബുക്സ് എന്നെ ഹെൽപ്പ് ചെയ്തു, സിനിമ എന്നെ ഹെൽപ്പ് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പം ഉള്ള എനിക്കിപ്പോൾ റീൽസിനോടൊരു അഡിക്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ റീൽസ് ഒരിക്കലും കാണാതിരിക്കുകയല്ല. ഞാൻ റീൽസ് ഇടയ്ക്ക് കാണും, ബട്ട് അത് ഒരു കൺട്രോൾ ഉണ്ട്. ഒരു പ്രശ്നം കണ്ട് പെട്ടെന്ന് മാറ്റും. ലൈക്ക് അത് പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് വീഡിയോസിലേക്ക് ഞാൻ മാറും, സിനിമകളിലേക്ക് ഞാൻ മാറും. ഇപ്പോൾ എനിക്കൊരു 5 മിനിറ്റ് റീൽസ് കാണാനൊക്കെ മാക്സിമം ഞാൻ നോക്കാറുള്ളൂ. രാവിലത്തെ ആ ഒരു ബസ്സിലിരിക്കുമ്പോഴും ഉച്ചക്കത്തെയും പിന്നെ ചായ കുടിക്കുമ്പോഴുള്ളൊക്കെ ആ റീൽസും അതും കുറഞ്ഞു കിട്ടി. അതും ഓക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അത് മാറ്റിക്കളഞ്ഞു. ഇനി ആൾക്കാരോട് സംസാരിച്ചു തുടങ്ങി. അങ്ങനെയൊക്കെ കുറേ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. സോ ഫൈനലി ഈ ഒരു ചേഞ്ച് ഫോക്കസ് തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ചേഞ്ച് എനിക്ക് പേഴ്സണലി വന്നത്. അപ്പോൾ ഇത് സിനിമ കാണുന്ന എന്നതിന് അപ്പുറം ലൈഫ് ചേഞ്ചിങ് സംഭവമാണ് എനിക്ക് സംഭവിച്ചത്. ഇപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് കൺട്രോളുണ്ട്, കുറേ കാര്യങ്ങൾ എനിക്ക് കൺട്രോളില്ല. അതും ഞാൻ ഈ സിനിമ ഉപയോഗിച്ച് തന്നെ, ഈ ഒരു എനിക്കിഷ്ടപ്പെട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉപയോഗിച്ച് തന്നെ എനിക്കിത് മാറ്റാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് നൽകിയത് ഓബ്വിയസ്ലി എനിക്ക് എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ്. സോ ആ ഒരു ആഗ്രഹം, ആ ഒരു മിനിമം ആയിട്ടുള്ള ഒരു ആഗ്രഹം അത് മാത്രം മതി. എനിക്ക് പേഴ്സണലി ഉള്ളതുപോലെ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലൂടെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി നമുക്ക് തിരിച്ചെടുത്ത് അത് ഉപയോഗിച്ച് തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ മാറ്റാൻ പറ്റും. സോ ദാറ്റ്സ് ഐ വാണ്ട് ടു സേ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.